ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരു പുതിയ കാര്യമേ പോലീസിൻ്റെ തന്നെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ഒന്നാണ്. മുത്തച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ബാഡ് ടച്ചിങ് ഉണ്ടായിരുന്നു, മോശം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കുട്ടി അവിടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്നത്. അപ്പോൾ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഉണ്ടാകുന്ന വൈരാഗ്യങ്ങളെ ഏതറ്റത്തിൽ പോയി തീർക്കാമെന്ന് കുട്ടികൾ ആലോചിക്കുന്ന ഒരു ഘടകം. രണ്ടാമത്തേത്, അതിനുണ്ടാകുന്ന കാരണങ്ങൾ. അപ്പോൾ ഇത് പോലീസ് ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട റീസണാണ്. നമ്മൾ പലപ്പോഴും ഇത്തരം സംഭവങ്ങളുടെ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. കൊല്ലത്ത് അടി നടന്നു, പപ്പടം പൊട്ടിച്ചതിൻ്റെ പേരിൽ, ലേസ് കിട്ടാത്തതിൻ്റെ പേരിൽ, കറി വിളമ്പുമ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പ് വെക്കാത്തതിൻ്റെ പേരിൽ അടി നടന്നു, അതിൻ്റെ പേരിൽ വലിയ സംഘർഷം ഉണ്ടായെന്നൊക്കെ നമ്മൾ വാർത്ത കാണും. സത്യത്തിൽ അതിന് പിന്നിൽ കുറച്ചൊരു ഡീപ്പായിട്ടുള്ള റീസൺ ഉണ്ടാവും. പലപ്പോഴും ഇൻസൾട്ടാണ് ഇതിൻ്റെ കാരണം. പപ്പടം ചോദിക്കുമ്പോൾ പപ്പടം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, പപ്പടം വേണമെങ്കിൽ അടുത്ത ഇലയെന്ന് എടുത്ത് തിന്നാൻ പറഞ്ഞത് ഉണ്ടാക്കുന്ന ഇൻസൾട്ട് വേറെയാണല്ലോ. പിന്നെ അത് വർത്തമാനം പറച്ചിലായി, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിഗ്നിറ്റി ആക്രമണമായി, ഇമോഷനായി, വഴക്കായി. അതങ്ങനെയാണ് സംഭവിക്കുക. അതിനൊരു ഇവോൾവിങ് എന്താ പറയുക, അതിന് വികസിക്കുന്ന ഒരു തലമുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് വാർത്തകളെ കാണേണ്ടത് മൊബൈൽ ഫോണും ബൈക്കും വാങ്ങിക്കാൻ വേണ്ടി മാത്രം മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടെന്ന് ചോദിച്ചാൽ എനിക്കത് പിന്നെയും വിശദാംശങ്ങളും ക്ലാരിറ്റിയും വരണം എന്നാണ് ഞാൻ പറയാം. ഈ ആദ്യത്തെ വിവരങ്ങൾ വെച്ച് മാത്രം കാണാൻ പറ്റില്ല. കാരണം കുട്ടി എന്തോ തരത്തിലുള്ള മോശം വീട്ടിനകത്ത് അനുഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൈരാഗ്യം കൂടി കുട്ടിയുടെ ഉള്ളിൽ പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു മകളുടെ ആദ്യ ഭർത്താവിൻ്റെ കുട്ടിയാണിത്. അതിനുശേഷം അവർ മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോസിബിലിറ്റീസ് ആർ ദെയർ. അപ്പോൾ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. സോ അത് അന്വേഷിക്കേണ്ട ഒന്നാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, കുട്ടികൾ എങ്ങനെയാണ് അതിനൊക്കെ പ്രതികാരം ചെയ്യുന്ന തീരുമാനിക്കുന്നു ചോദിച്ചാൽ നമ്മൾ പഴയ പോലെ അല്ല. കാരണം കുട്ടികൾക്ക് പലതരത്തിലുള്ള എക്സ്പോഷർ ഇപ്പോൾ വരികയാണ്. എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡിജിറ്റൽ എക്സ്പോഷർ. അവർ ലോകത്തെ കാണുന്നത്, ക്രൈമിനെ കാണുന്നത്, ക്രൈം എന്ന് പറയുന്ന സംഗതിയെ തന്നെ അതിൻ്റെ എക്സ്ട്രീമിൽ നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്ന സിനിമകൾ നിങ്ങൾ എടുത്ത് നോക്കും. പല സിനിമകളും ഭയങ്കര ഹിറ്റ് അടിച്ചിട്ടുള്ള സിനിമകൾ പോലും എക്സ്ട്രീം വയലൻസിലൂടെ പ്രതികാരം നിർവഹിക്കുന്നത്, അങ്ങനെ പ്രതികാരം നിർവഹിക്കുന്ന ഒരു ധാർമ്മികതയുടെ ഒരു ആഘോഷമായിട്ട് കാണുന്ന സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാലമാണ്. വയലൻസും മാത്രം കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിൻ്റെ ഷോർട്സ് മാത്രം ഉണ്ടാക്കിയിട്ട് മില്യൺസ് ഓഫ് ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ഈ മലബാർ മേഖലയിലൊക്കെ ഉണ്ട്. ഞാൻ പേര് പരാമർശിക്കുന്നില്ല. അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. കാരണം വയലൻസിലൂടെ, ആ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലൂടെ ആണ് ഇതിൻ്റെ എല്ലാം എന്താണ് നമ്മുടെ സിനിമാറ്റിക് ആയിട്ടുള്ള റിവഞ്ച് പൂർത്തീകരിക്കേണ്ടതെന്ന് വിചാരിക്കുന്ന ഒരു ആളുകളെ കൂടിയാണ് ഈ ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണെന്ന് ഞാൻ പറയാം. ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാനും അതോറിറ്റീസിനും അതിൻ്റെ സമൂഹത്തിനൊക്കെ ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ റീസൺ എന്താണെന്ന കാര്യത്തിൽ ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ കൂടി വേണമെന്ന് ഞാൻ പറയാം. ഇതെന്തായാലും ഞെട്ടിക്കുന്ന ഒന്നാണ്. ഇതാ നമ്മളിപ്പോൾ സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലത്തിനടുത്തല്ലേ കഴിഞ്ഞ ദിവസം അച്ഛനെ മകൻ അടിച്ചു വന്നത്. അപ്പോൾ ചെറിയ മക്കൾ അച്ഛനെയും അമ്മയും കുടുംബത്തിലുള്ള മുഴുവൻ പേരെയും കൊന്ന ഒരാൾ തിരുവനന്തപുരത്തുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം എന്താണ്, ഒരു ചെറുപ്പക്കാരനെ, മുത്തശ്ശിയെയും കുടുംബക്കാരെയും മുഴുവൻ കൊന്ന ഒരു സംഗതി കണ്ടു. അകത്ത് നമ്മുടെ സമൂഹത്തിനകത്ത് വയലൻസ് എന്ന് പറയുന്ന സംഗതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള റീസൺസ് അതിനകത്തുണ്ട്. സോ അത് എന്താണ്, വളരെ കാര്യഗൗരവത്തിലെടുക്കാനും പരിശോധിക്കാനും അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനുള്ള ബാധ്യത സർക്കാരിന് നടക്കണമെന്നാണ് ഞാൻ പറയാം.